എനിക്ക് മനസ്സിലായതും കേരളത്തിൽ എന്നല്ല ഭാരതത്തിലും അന്താരാഷ്ട്ര ലെവലിലും മികച്ച ഒരു വ്യവസായിയായി തീർന്നതും ഞാനെപ്പോഴും അഭിമാനത്തോടുകൂടി കൊച്ചൗസേപ്പിനെ പറ്റി ഓർക്കുകയാണ്. ഞങ്ങളധികം കണ്ടുമുട്ടാറില്ലെങ്കിലും പത്രദ്വാര വാർത്തകളെപ്പോഴും അദ്ദേഹത്തെ പറ്റിയുള്ളത് അറിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ജീവിതത്തിൽ ഒരു 45 വർഷത്തിന് ശേഷം വീണ്ടും ഇതുപോലെ ഒരു സംഭാഷണത്തിൽ ഏർപ്പെടാൻ പറ്റിയതിലും കണ്ടുമുട്ടാൻ പറ്റിയതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇവിടെ ഈ ഒരു സ്ഥാപനം ഇങ്ങനെ സാറിങ്ങനെ പണിതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിച്ചു എന്ന് ഇവരെപ്പോഴും പറയാറുണ്ട്. ഞാൻ ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുടയിലെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഫാദർ ഗബ്രിയേൽ അച്ഛനായിരുന്നു ഞങ്ങളുടെ പ്രിൻസിപ്പാള്. അപ്പോൾ എനിക്ക് വലിയ ബഹുമാനമുള്ള ഒരു വ്യക്തിയായിരുന്നു. കാരണം ഞങ്ങളോടൊക്കെ വലിയ സ്നേഹമായിരുന്നു. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളൊക്കെ പാൻ്റ് ഇടാൻ പഠിപ്പിച്ചത് പുള്ളിയാണ്. കാരണം ഞങ്ങൾ നാട്ടിൻപുറത്തുനിന്ന് വരുമ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് വെളിയിലേക്ക് പോകേണ്ടവരാണ്. അപ്പോൾ ഓർമ്മയുണ്ടോ അച്ഛന്? എല്ലാവരും പാൻ്റ് ഇട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് ആഴ്ചയിൽ 2 ദിവസം പാൻ്റ് ഇടാനായിട്ട് നിർബന്ധിച്ചതായിട്ട് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ആള് പ്രിൻസിപ്പളാണെങ്കിലും പിള്ളേരായിട്ട് വളരെ കമ്പനിയായിരുന്നു. ഞങ്ങൾ ടൂറ് കൊണ്ടുപോകും, അങ്ങനെ നടക്കാൻ കൊണ്ടുപോകും. അങ്ങനെ നമ്മുടെയൊക്കെ ഒരു ഗുരുവായിരുന്നു, ഒരു ലീഡറായിരുന്നു. അച്ഛൻ്റെ ഒരു പ്രത്യേകത, ആൾക്കിപ്പോൾ 99 വയസ്സായി. ഒരു 3 വർഷം മുമ്പ് പത്മഭൂഷൺ കിട്ടി. എനിക്ക് വന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു വൈദികന് പത്മഭൂഷൺ കിട്ടണത്. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് വലിയ ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് ഫാദർ ഗബ്രിയേൽ അച്ഛൻ. അന്നേ ഒരു വിഷണറി ആയിരുന്നു. ക്രൈസ്റ്റ് കോളേജ് പണിതതും അതിൻ്റെ ഡിസൈനൊക്കെ അച്ഛൻ തന്നെയായിരുന്നു. കൊച്ചൗസപ്പ് മാത്രമല്ല, കൊച്ചൗസപ്പ് വലിയ ഔസപ്പായി. എന്നെ പോലെ ഒരാൾ എന്നെ കാണാൻ വന്നതിൽ ഇവർക്കൊക്കെ സന്തോഷമല്ലേ? എനിക്ക് സന്തോഷമാണ്. കാരണം എന്നെക്കാളും വലിയ ആളുകളില്ല. നമ്മളിപ്പോൾ പറപ്പൂര് ശാന്തി മന്ദിരം എന്ന സ്ഥാപനത്തിലാണ്. അത് വയസ്സായ സ്ത്രീകൾക്കുള്ള ഒരു അഭയ കേന്ദ്രമാണ്. അതിൻ്റെ നടത്തിപ്പെല്ലാം നോക്കുന്നത് സിസ്റ്റർ ഡെയ്സി പോൾ. സിസ്റ്റർ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ വളരെ സീനിയറായിട്ട് സ്കൂളിൽ പഠിച്ചിരുന്നു. പിന്നീട് ആൾ സിസ്റ്ററായി. ഇവിടെ 36 ഇൻമേറ്റ്സ് ആയിട്ടുണ്ട്. ഇവർക്ക് വളരെ സന്തോഷമാണ്. കാരണം ഇവിടെ ഈ ഒരു സ്ഥാപനം ഇങ്ങനെ സാറിങ്ങനെ പണിതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിച്ചു എന്ന് ഇവരെപ്പോഴും പറയാറുണ്ട്. ഞങ്ങൾക്ക് അതിൽ വലിയ അഭിമാനമുണ്ട്. പിന്നെ അത് തന്നെയല്ല, ഇവർ പറയാറുള്ളൊരു കാര്യം, ഞങ്ങൾക്ക് ഇവിടെ വന്നേ പിന്നെയാണ് ഇന്നതൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ വളരെ ഒരു നല്ലൊരു ഫോമായിട്ട് അല്ലാതെ അവരുടെ ജീവിതം തന്നെ വളരെയധികം വ്യത്യാസപ്പെട്ടു എന്ന് അവർ പറയുന്നത്. ഇവരുടെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അവർക്ക് ആധ്യാത്മികമായിട്ടും അവർക്കുള്ള ഒരു ഉണർവും ഉന്മേഷങ്ങളും കൂടി വരണ്ടെന്നുള്ള ഒരു ആശയമാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. അതായത് പ്രധാന കാരണം സിസ്റ്റർ തന്നെയാണ്. അതിൻ്റെയൊക്കെ അവർക്കൊരു പ്രോത്സാഹനം നൽകാനായിട്ട് സിസ്റ്ററാണ് ഗുണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ തന്നെയല്ല, അവിടെ എല്ലാവരും ഉണ്ട്. അതുപോലെ ഒരു മാനേജറുണ്ട്, അതുപോലെ തന്നെ വേറെ മാഡം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള സഹകരണം കൊണ്ടാണ് ഇതൊക്കെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്.
അങ്ങനെ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എൻ്റെ പല പ്രിയപ്പെട്ട സ്ഥലങ്ങളിലും സന്ദർശിച്ചു. ഇതിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ ഇത് പണ്ട് ഇവിടെ ഒരു ഓട്ട് കമ്പനിയായിരുന്നു. അത് കൺവെർട്ട് ചെയ്തിട്ട് അത് പിന്നീട് മാറ്റി പണിതതാണ് ഒരു ശാന്തി മന്ദിരം, ഒരു സ്ത്രീകൾക്കുള്ള ഒരു അഭയകേന്ദ്രം. അപ്പോൾ ഇന്നത്തെ ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതിൽ എനിക്കധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.